ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നുണ്ടാക്കുന്നത് നമ്മുടെ നാടൻ കറിയാണ്. ചക്കക്കുരു മുരിങ്ങയിലയും കൂടിയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത്. നമ്മുടെ ചക്കക്കാലമൊക്കെ കഴിയുന്നതിന് മുൻപ് തന്നെ നമുക്കിതുപോലുള്ള കറികളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ വളരെ ഹെൽത്തിയും കൂടിയാണ്. മുരിങ്ങയിലയും ചക്കക്കുരുവൊക്കെ ശരീരത്തിനും വളരെയധികം നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു 1.5 കപ്പോളം ചക്കക്കുരു ഇപ്പോൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചക്കക്കുരു വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സമയം എടുക്കില്ലേ. അപ്പോൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അധികം സമയമൊന്നും ചക്കക്കുരു നേരെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വരില്ല. പിന്നെ നമ്മൾ ഈ ബ്രൗൺ കളറില്ലേ, അത് കളയേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കുക്കറിൽ വെക്കുകയാണെങ്കിൽ നമ്മളൊരു 5 വിസിൽ വരെ നമുക്ക് വയ്ക്കാം. ഇപ്പോൾ ഇതിലാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണമെന്നേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമുക്ക് കുക്കറിൽ വെക്കുക തന്നെയാണ് നല്ലത്. അപ്പോൾ ഞാൻ ഈ ചക്കക്കുരു ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് ഒരു 3 കപ്പ് വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചക്കക്കുരുവിന് നല്ല വേവുള്ളത് കൊണ്ടാണ് ഇത്രയും വെള്ളം നമ്മൾ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ചക്കക്കുരു വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലോട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം. 3/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു 4 ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ ജീരകം, 7 പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്കിത് ഒരു ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഇതിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചക്കക്കുരു വെന്തോ നോക്കാം നമുക്ക്. ചക്കക്കുരു ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് ഉടച്ചു കൊടുക്കണം. ഈ കൈയിലുകൊണ്ട് തന്നെ നമുക്കിത് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറിക്ക് എത്ര വെള്ളം വേണമെങ്കിൽ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇലയും കൂടിയും ഇടുമല്ലോ, അപ്പോൾ ഒന്നും കൂടി കുറുക്കി കിട്ടും. കറി നല്ല ലൂസായിട്ട് വേണമെങ്കിൽ നമുക്ക് ധാരാളം വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ കുറച്ച് കട്ടയായിട്ട് ഇരിക്കും. നമ്മൾ ഇല ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കുറുകുമല്ലോ, അതുകൊണ്ടാണ് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നമുക്ക്. ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലോട്ട് ഇനി മുരിങ്ങ ഇട്ട് കൊടുക്കാം. മുരിങ്ങ ഞാനൊരു 3 കപ്പ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. മുരിങ്ങ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. മുരിങ്ങ കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ അതിനൊരു കയ്പ്പ് രുചിയായിരിക്കും. അപ്പോൾ കൂടുതലായിട്ട് വേവരുത്. ഒന്ന് തിളച്ച ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യുകയാണ് ചെയ്യുക. ഇപ്പം നമുക്ക് ഉപ്പൊക്കെ ചേർക്കണമെങ്കിൽ ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചക്കക്കുരുവിൻ്റെ സീസണൊക്കെ കഴിയുന്നതിന് മുൻപ് തന്നെ നമ്മളിത് ഉണ്ടാക്കി നോക്കുക. വളരെയധികം ടേസ്റ്റുള്ള കറിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലുള്ള കറികളൊക്കെ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതുപോലുള്ള നാടൻ കറികളാണ് കൂടുതലും ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്